പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് ലൈംഗിക ബന്ധത്തിന് ബുദ്ധിമുട്ട് വരാം. അവർക്ക് ഈ ഓവുലേറ്ററി ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് ഹോർമോൺ ചേഞ്ചസ് ശരിക്കും വരാത്തതുകൊണ്ട് അവർക്ക് ലൂബ്രിക്കേഷന് പ്രോബ്ലം വരാം. അവർ ശരിക്കും പ്രീ കോയിറ്റൽ റിലേഷനിൽ ഇൻവോൾവ് ചെയ്ത് പൂർവ്വകളിൽ ഇടപെട്ട് അവർക്ക് ശരിക്കും ലൂബ്രിക്കേഷൻ വന്നതിന് ശേഷമേ അവർ ബന്ധപ്പെടാറുള്ളൂ. ഈ ഹോർമോൺ ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഡിസയർ കുറയാം, അവർക്ക് സെക്ഷൽ ഡിസയർ കുറയാം, അവർക്ക് എറോസലും പ്രോബ്ലം വരാം. ഹസ്ബൻഡ് എറോസൽ വന്നാലും അവർക്ക് എറോസൽ വരണമെന്നില്ല. അവർക്ക് ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി കൂടുതലാണ്, അവർക്ക് ഇറിറ്റബിലിറ്റി കൂടുതലാവും. എല്ലാ പോളിസ്റ്റിക് അവരുടെ ഗ്രേഡ് അനുസരിച്ച് വരാം. അപ്പോൾ അവർക്ക് എപ്പോഴും ഈ ഇറിറ്റബിലിറ്റി കൂടുമ്പോൾ അവർക്ക് എപ്പോഴും ഹസ്ബൻഡുമായിട്ടൊരു ഒരു ഒരു ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി വരും. വീട്ടിലെപ്പോഴും ഒരു വഴക്കനും അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിൻ്റെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ എപ്പോഴും കൂടുതലായിരിക്കും. വൈഫ് പെട്ടെന്ന് ഇറിറ്റബിൾ ആകുമ്പോൾ അവരുമായുള്ള ഇമോഷണൽ കണക്ഷൻ കുറയും. ഇമോഷണൽ കണക്ഷൻ കുറയുമ്പോൾ എന്ത് പറ്റും? അവർക്ക് ആ ബോണ്ടിങ് കുറയും. ബോണ്ടിങ് കുറയുമ്പോൾ എന്ത് വരും? സെക്ഷൽ ഇൻറ്റിമസി കുറയും. സെക്ഷൽ ഇൻറ്റിമസി കുറയുമ്പോൾ എന്ത് പറ്റും? ആ സെക്ഷൽ എറൗസൽ കുറയും. അതുകൊണ്ട് അവർക്ക് ലൈംഗിക പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഓവുലേറ്ററി ഡിസ്റ്റർബൻസ് അവരെ എഫക്റ്റ് ചെയ്യും. അവരുടെ ഇൻ്റർകോഴ്സ് പെയിൻഫുൾ ആയിരിക്കും. ഇൻ്റർകോഴ്സ് പെയിൻഫുൾ ആയിരിക്കുമ്പോൾ അവർക്ക് അവിടുത്തെ മസിൽ സ്പാസം വരും. അവർക്ക് ഓർഗാസം കിട്ടാനും അവർക്ക് ബുദ്ധിമുട്ട് വരാം. ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കി എന്ന് വരാം. അതുകൊണ്ട് പോളിസ്റ്റിക് ഓവറി ഉള്ളവർക്ക് അവരുടെ സെക്ഷുവൽ റിലേഷനിൽ അവർ കൂടുതൽ പ്രീ കോയിറ്റൽ റിലേഷൻ പൂർവ്വവേളയിൽ അവർ കൂടുതൽ സമയമെടുക്കുകയും ശരിയായിട്ടുള്ള ലൂബ്രിക്കേഷൻ വന്നതിന് ശേഷമേ അവർ അറ്റംപ്റ്റ് ചെയ്യാവൂ. അല്ലെങ്കിൽ അവിടെയുള്ള മസിലുകൾ ക്രമേണ സ്പാസിൽ പോവുകയും വജിനിസ്മസൂടെ ഡെവലപ്പ് ചെയ്യുകയും അവരുടെ ലൈംഗിക പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ത്വരിതപ്പെടുകയും ചെയ്യാം. അവർക്ക് ഓൾറെഡി അവർക്കൊരു മാസ്കുലിൻ അവരുടെ ആ ഹോർമോൺ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഈ ഹോർമോൺ ഡിസ്റ്റർബൻസിൻ്റെ കൂടെ ഈ ഹോർമോൺ ഡിസ്റ്റർബൻസ് സെക്ഷൽ ഡിസ്റ്റർബൻസിന് കാരണമായി തീർന്നു വരാം. ഈ ഒരു അറിവ് പങ്കാളിക്ക് ഉണ്ടാകണം. അപ്പോൾ ഈ ഹോർമോൺ ഡിസ്റ്റർബൻസിൻ്റെ ഭാഗമായിട്ടാണ് വൈഫ് ഇറിറ്റബിൾ ആകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വൈഫ് ഹസ്ബൻഡ് അതിനായിട്ടൊന്ന് പൊരുത്തപ്പെടാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഹോർമോൺ ഡിസ്റ്റർബൻസ് കറക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുറേ വ്യത്യാസം വരും. അപ്പോൾ ഹസ്ബൻഡ് ഈ ഹോർമോൺ ഡിസ്റ്റർബൻസ് മൂലമാണ് വൈഫ് ഇറിറ്റബിൾ ആകുന്നുള്ള ഒരു അറിവ് ഹസ്ബൻഡിനും പ്രാധാന്യമുള്ളതാണ്. ആ ഒരു പൊരുത്തപ്പെടൽ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം പലപ്പോഴും ഒരു മാസ്കുലിൻ നേച്ചർ കുടുംബ ബന്ധങ്ങളിലുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു അറിവ് ഹസ്ബൻഡിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഉള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്.